പാലക്കാട് കാടാങ്കോട് ദേശീയപാതയ്ക്ക് തൊട്ടരികിലുള്ള സ്ലാബ് പൊട്ടിവീണാണ് കഴിഞ്ഞ ദിവസം നിയമ വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റത്. സമാനമായ അപകടകുഴികൾ ഈ പാതയിൽ ഒരുപാടുണ്ട്. പാലക്കാട് നിന്ന് ഗോകുൽ വി എസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അല്ലമീൻ കോളേജിലെ LLB വിദ്യാർത്ഥിനിയായ രഹദ ഫർസാനയും സുഹൃത്തുക്കളും ഒരു സെമിനാർ കഴിഞ്ഞ് ഇങ്ങനെ വരുന്നതിനിടയിലാണ് പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ സ്ലാബ് തകരുകയും ഇതിനുള്ളിലേക്ക് വീഴുകയും ചെയ്തത്. ഇതൊരു ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഓടയാണ്. നിറച്ച് സ്ലാബുകളൊക്കെ ഇട്ട് നടക്കാൻ പാകത്തിനുള്ളൊരു സ്ഥലമാണ്. ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ലാബ് ഇളകി നിൽക്കുന്നതൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. ഇതിൽ കയറിയതും ഇത് പൊട്ടി താഴേക്ക് വീഴുകയായിരുന്നു. ഏകദേശം ഒരാളുടെ പകുതി ഉയരം വരുന്ന ഒരു ഓടയാണ്. ഭാഗ്യം കൊണ്ട് വലിയ പരിക്കൊന്നും പറ്റിയില്ല. കാലിനും നടുവിനുമാണ് പരിക്കേറ്റത്. ആദ്യം പാലക്കാട് ജില്ലാ ആശുപത്രിയിലും അതിനുശേഷം അവർ പട്ടാമ്പിയിലെ ആശുപത്രിയിലേക്കുമാണ് അവരെ കൊണ്ടുപോയത്. വലിയ ഗുരുതര പരിക്കൊന്നുമല്ല, കാലിനും നട്ടലിനുമാണ് പരിക്കേറ്റത്. പക്ഷേ ഇതൊരു വലിയ അപകടം പിടിച്ചൊരു കാര്യമാണ്. കാരണം ദേശീയപാതയോട് തൊട്ട് ചേർന്നാണ്, ഇത് സർവീസ് റോഡാണ്. അങ്ങനെ തൊട്ട് ചേർന്ന ആളുകൾക്ക് നടക്കാനുള്ള സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഒരു അപകടക്കെണി. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ വഴി നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ സ്ലാബുകൾ ഇളകി കിടക്കുന്നുണ്ട്. നേരത്തെ കണ്ട ഒരു സ്ലാബ് ഇതുപോലെ തന്നെ ഇളകി, ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു സ്ലാബ് ഇതുപോലെ ഇളകി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു പക്ഷേ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്താം. നമ്മൾ ഇതിന്റെ തൊട്ടടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയും സമാനമായ കണക്കേതായി ഒരു സ്ലാബ് ഇളകി കിടക്കുകയാണ്. പൊട്ടി പകുതിയൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഇളകി നിൽക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതും ഒക്കെ തന്നെ അപകടം ഉണ്ടാകിയേക്കാവുന്ന സാഹചര്യങ്ങളായേക്കാം. ഏതായാലും ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം വേണം. ദേശീയപാതയുടെ തൊട്ടടുത്താണ് ഈ ഒരു സംഭവം ഉണ്ടായതെന്നാണ് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കാര്യമായി നിൽക്കുന്നത്. ഗോകുൽ വി എസ്, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.